സഭയ്ക്ക് വഴങ്ങുമോ കോൺഗ്രസ് എന്നല്ല, അങ്ങനെ വഴങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സായി മാറുകയല്ലേ. കാരണം മാണി കോൺഗ്രസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജോസഫ് കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ്. പിന്നെ സഭയ്ക്ക് കീഴടങ്ങി ആൻ്റണിയെ KPCC പ്രസിഡൻ്റാക്കും എന്നാണ് കേട്ടത്. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു കേരള കോൺഗ്രസ് കൂടെ ഉടലെടുക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് സത്യം ഒരു മതേതര പാർട്ടിയാണെന്ന് പറയുകയും ബിഷപ്പുമാർ ആൻ്റണിയുടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പിന്നെ ഇതെന്താണ് ഇതിൻ്റെ കളിയെന്ന് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആൻ്റണി ആരാണ്? ആൻ്റണി ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം നിന്ന് അവിടെ ജയിച്ചു, പത്തനംതിട്ടയിൽ നിന്ന്. അദ്ദേഹം നിശ്ചയിച്ച് അദ്ദേഹം ജയിച്ച നിയോജക മണ്ഡലത്തിലേക്ക് എവിടെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടുണ്ടോ? പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒറ്റ ആൾ ജയിച്ചിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറാണല്ല, ഇപ്പോൾ ഓപ്പറേഷൻ സുധാകരനും കൂടെയാണ്. അപ്പം ഈ ഓപ്പറേഷൻ സുധാകർ ഇപ്പോൾ നടത്താനുള്ള കാരണം എന്താണ്? അതിനുള്ള പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായി. സുധാകരൻ നിന്ന പാർട്ടിയെല്ലാം ഗംഭീരമായി ജയിച്ചു. മാത്രമല്ല, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം വരുന്ന സമയത്തൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അതിൻ്റേതായ ദോഷങ്ങളെല്ലാം കോൺഗ്രസ് സംഭവിക്കല്ലേ. സുധാകരൻ എന്തിനു മാറ്റണം? സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനും ആയ ഒരു KPCC പ്രസിഡൻ്റാണ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തിന് എല്ലാവരും തോക്കുമെന്ന് വിചാരിച്ചിട്ട് 1 ലക്ഷത്തിന് മേൽ വോട്ടിനാണ് ജയിച്ചത്. ആൻ്റണി ജയിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ആൻ്റണി സാറിൻ്റെ മകനുണ്ടല്ലോ, നിൽക്കാതിരുന്നെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ്. കാരണം 60,000 വോട്ടിനാണ് ജയിച്ചത്. 3 ലക്ഷം വോട്ടോളം നമ്മുടെ തോമസ് സാർ മേടിച്ചിട്ടുണ്ട്. തോമസ് ഐസക് സാർ 3 ലക്ഷത്തിന് മേൽ. ഇദ്ദേഹത്തിന് കിട്ടിയത് 3,01,000 വോട്ടാണ്. 3,60,000. 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അവിടെ അപ്പോഴും AK ആൻ്റണിയുടെ മകനുണ്ടല്ലോ 2 ലക്ഷത്തിന് മേൽ വോട്ട് മേടിച്ചിട്ടുണ്ട്. 2,34,400. അപ്പോൾ ആ വോട്ട് നശിച്ച് നോക്കുകയാണെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ് ഈ ആൾ നിൽക്കാതിരുന്നെങ്കിൽ. അതാണ് സത്യം. അദ്ദേഹം ഒരു ജനപ്രിയനല്ല, ജനങ്ങളിലേക്ക് വലിയ സ്വാധീനമുള്ള ആളല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബ്രദർമാർ നേതൃത്വം വഹിക്കുന്ന സൊസൈറ്റി മുഴുവൻ കൊള്ളയടിച്ച് ആ ജനങ്ങളെ എല്ലാം ചതിച്ച് അത് ആ സൊസൈറ്റി നശിപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ എല്ലാ കഥകളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൂടെ ഉൾപ്പെട്ടതാണ് ആ സൊസൈറ്റി എന്നും. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. ഇദ്ദേഹം തന്നെ ഇത്തവണ നിന്ന തോറ്റവും എന്ന് കണക്കാക്കി നിൽക്കരുതെന്ന് നിന്ന ആളാണ്. പിന്നെ AK ആൻ്റണിയുടെ മകനാണ് പുള്ളിയുടെ ഐശ്വര്യം. അത് AK ആൻ്റണിയുടെ മകൻ നിന്നതുകൊണ്ട് ജയിച്ചത്, അല്ലെങ്കിൽ 4 നേരെ പൊട്ടിത്തെറിച്ച് പോയാണ്.